ഹലോ ഫ്രണ്ട്സ്, ഏഞ്ചൽ ആൻഡ് ഏബിൾ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ന്യൂ ഇയറിലേക്ക് കടക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും. ഈ സ്ഥലം കണ്ടപ്പോൾ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും എവിടെയാണെന്നുള്ളത്. ഇത് നമ്മുടെ കനകക്കുന്ന് പാലസിൻ്റെ മുൻവശത്ത് റോഡാണ് ഈ കാണുന്നത്. അവിടെ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് വസന്തോത്സവം എന്നൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഡിസംബർ 24 മുതൽ ജനുവരി 2 വരെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ 10 മണി മുതൽ രാത്രി 11:30 വരെയാണ്. ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് മുതിർന്നവർക്ക് 100 രൂപയും 11 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 50 രൂപയുമാണ് ഈടാക്കിയിരിക്കുന്നത്. ഇവിടെ പ്രധാനമായും ലൈറ്റ് ഷോസും ഫ്ലവർ ഷോയുമാണ് നടക്കുന്നത്. ഒപ്പം വിവിധ തരം കമ്പനികളുടെ സ്റ്റാളുകളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, എല്ലാ മരങ്ങളും തന്നെ വിവിധ തരം ലൈറ്റുകൾ ഇട്ട് വളരെയധികം ഭംഗിയാക്കിയിട്ടുണ്ട്. ഒപ്പം നല്ല ഭംഗിയുള്ള പൂക്കൾ വിവിധ ആകൃതിയിൽ വെച്ച് പിടിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ വരൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കാഴ്ചകൾ കണ്ട് കണ്ട് സംസാരിക്കാം. ഈ കാണുന്ന ക്രിസ്മസ് ട്രീയുടെ അടുത്ത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ കുട്ടികളെയൊക്കെ വെച്ചിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കാനും ഫാമിലിയായിട്ടൊന്നും ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള തിരക്കാണ് ഈ കാണുന്നത്. അതിൻ്റെ അടുത്ത് മാത്രമല്ല, ഒരുവിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും അത്യാവശ്യം നല്ല തിരക്കാണ്. ഈ കാണുന്ന ജമന്തി പൂക്കൾ കാണാൻ വളരെയധികം ഭംഗിയാണ്. നമ്മൾ നേരിട്ട് കാണുമ്പോഴായിരിക്കും കുറച്ചും കൂടി അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നത്. എന്നാലും വീഡിയോയിലൂടെ കാണുമ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഭംഗി തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ കാണുന്നത് പോലെ 2023-24 എന്നുള്ള രീതിയിൽ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വളരെ രസമുണ്ട്. അവിടെയും നല്ല തിരക്കുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ. ഈ ഒരുവിധപ്പെട്ട കുറേ സ്ഥലങ്ങളിലൊക്കെ നല്ല തിരക്കാണ്. നമുക്ക് പെട്ടെന്നൊന്ന് ചെന്ന് ഫോട്ടോ എടുത്തിട്ട് വരാൻ പറ്റില്ല. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് മാത്രമേ ഫോട്ടോ എടുത്തിട്ട് വരാൻ കഴിയുള്ളൂ. ഈ കാണുന്ന ബട്ടർഫ്ലൈ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത്. അതിൻ്റെ ആ ഒരു മൂവിങ് ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വേറെ ടിക്കറ്റോ അങ്ങനെ വേറെ പാസോ അങ്ങനെയൊന്നും ആവശ്യമില്ല. ആഗ്രഹമുള്ളവർക്കൊക്കെ കയറിയിരുന്ന് ആടാം. അപ്പോൾ ആടുന്നതനുസരിച്ചാണ് അതിൻ്റെ ചിറകുകൾക്കൊക്കെ ആ ഒരു നിറവ്യത്യാസമൊക്കെ വരുന്നത്. അത് നല്ല രസമുണ്ട്. നിറവ്യത്യാസം മാത്രമല്ല, ആ ഒരു ചിറകുകൾക്കൊക്കെ ഒരു മൂവിങ്ങും ഉണ്ടാവും കേട്ടോ. ഈ കാണുന്ന പോലെ 2 ബേർഡ്സ് അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതും ഫുള്ളും ഈ ഫ്ലവേഴ്സ് വെച്ച് തന്നെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന 2 രൂപങ്ങളും നിറയെ റോസാപ്പൂക്കൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വസന്തോത്സവം എന്ന് പറഞ്ഞിട്ട് അധികം പൂക്കളെയൊന്നും കണ്ടില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് നേരെ കുറേ പൂക്കളെ കണ്ടിട്ട് വരാം. ഈ പൂക്കളുടെ ഭംഗി നേരിട്ട് തന്നെ ആസ്വദിക്കണം കേട്ടോ. അതിൻ്റെ ഒരു അനുഭവം എന്ന് വെച്ചാൽ വേറെ തന്നെയാണ്.
നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കുറേ കാര്യങ്ങളൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അതിലൊന്നാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത്. അതിനകത്തുള്ളത് കണ്ടോ, എന്ത് മനോഹരമാണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ വേറെ ഒന്നുമില്ല, പക്ഷേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു കെട്ടിടത്തിൻ്റെ ഒരു രൂപത്തിലാണ്. നിറയെ പഞ്ഞിയൊക്കെ വെച്ചിട്ട് ആ ഒരു ക്രിസ്മസിൻ്റെ ഒരു പ്രതീതി ഉളവാക്കുന്ന ആ ഒരു കാര്യമാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന പൂക്കളൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ആവശ്യക്കാർക്ക് വാങ്ങാവുന്നതാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ടുവരുന്ന വഴിക്ക് തന്നെ ഒരു പെറ്റ് ഷോ നടക്കുന്നുണ്ട്. പെറ്റ് ഷോയ്ക്ക് പ്രത്യേകം ടിക്കറ്റാണ്, 50 രൂപയാണ് ഒരാളിന്. പെറ്റ് ഷോയൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് മറ്റ് കുറേ കമ്പനികളുടെ സ്റ്റാളുകളൊക്കെ പ്രവർത്തിക്കുന്നത്. ഏകദേശം ഒരുവിധപ്പെട്ട എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. വെറൈറ്റി ഫ്ലേവറിലുള്ള അലുവകളുണ്ട്. അല്ലേ, കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നുണ്ടല്ലേ. പഴയകാല മിഠായികൾ എന്ന ബോർഡ് നോക്കി അവിടെ തന്നെ ആ ഒരു ബോർഡ് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മുടെ കുട്ടിക്കാലത്തും കണ്ടു മറന്ന കുറേ മിഠായികളുണ്ട്. എന്നാൽ അതൊന്നും ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നില്ല. താനും അങ്ങനത്തെ കുറേ മിഠായികൾ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വീട്ടിലേക്ക് ആവശ്യമായ പ്ലാസ്റ്റിക് സാധനങ്ങൾ, അതുപോലെ വിവിധ തരത്തിലുള്ള കപ്പുകൾ, വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങളുണ്ട്. അതിന് മിതമായ റേറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ കുട്ടികൾക്ക് ആവശ്യമായ ടോയ്സുകൾ, ഫുഡ് കോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ പായസം മാത്രം കിട്ടുന്ന കടകളും ഉണ്ട്. സ്നേക്ക്, ബേർഡ്സ് ഇവയൊക്കെ കയ്യിൽ പിടിച്ചതിന് ശേഷം ഫോട്ടോ എടുക്കാനുള്ള അവസരമുണ്ട്. അതിന് 100 രൂപയാണ് ഒരാളിൽ നിന്നും ഈടാക്കുന്നത്. കുട്ടികളുടെ മാനസികോല്ലാസത്തിനായിട്ട് ഒരു ചെറിയൊരു പാർക്കും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. അതായത് നിങ്ങൾ ചെന്ന് കാണുമ്പോൾ ഇത്ര മാത്രം ഐറ്റം അല്ല, ഒരുപാട് ഐറ്റംസ് അവിടെ കാണാനുണ്ട്. വീഡിയോ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ലെങ്തി ആയി പോകാൻ പാടില്ല. അതുകൊണ്ടാണ് കുറേ കട്ട് ചെയ്ത് കാണിച്ചത്. അപ്പോൾ എന്തായാലും 2 ദിവസം കൂടി ഉള്ളൂ. നിങ്ങൾ എത്രയും വേഗം തന്നെ അത് പോയി കാണുക. 30-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. 2-ാം തീയതിയാണ് നമ്മുടെ കനകക്കുന്നിലെ ഈ വസന്തോത്സവം അവസാനിക്കുന്നത്. അപ്പോൾ കനകക്കുന്നിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം നിങ്ങളുടെ കമൻസും കൂടി അറിയിക്കുക.